നമ്മുടെ ചാനൽ ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ കുക്കിംഗ് വീഡിയോസാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് പേരുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പാഷനാണ് ഈ ഗാർഡനിങ് ഒക്കെ. അപ്പോൾ ആ ഒരു പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പകുതി കുക്കിങ്ങും പിന്നെ പകുതി ഈ ഗാർഡൻ ബേസ്ഡ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ കുറച്ച് വീഡിയോസ് കുക്കിങ്ങും അതുപോലെ കുറച്ച് ഗാർഡനിങ്ങും ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മളിത് വിറകടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. വിറകടുപ്പിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വറുത്തരച്ച കോഴിക്കറി എന്നൊക്കെ പറയില്ലേ, അതെന്നെ സംഭവം. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ല ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ, ഞാൻ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. പിന്നെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്. നമ്മുടെ ചട്ടി അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഒക്കെ ഇങ്ങനെ വേഗം പറക്കി എറിഞ്ഞു കൊടുക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോവേ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വിറകടുപ്പിൽ വെക്കുമ്പോൾ എല്ലാം നമ്മുടെ അടുത്ത് തന്നെ വെക്കണം. മാത്രമല്ല തീ നല്ല ചൂട് നോക്കിയിട്ട് വേണം കേട്ടോ ഇത് ഇടണമെങ്കിൽ. നമ്മുടെ ചട്ടി അത്യാവശ്യം നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതെല്ലാം വേഗത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മൊരിച്ചെടുക്കുകയാണ്. എണ്ണ അടിച്ച് തുറക്കണ സമയം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞിട്ട് കേട്ടോ, കാരണം അത്രയും ചൂടാണ് ഈ ചട്ടിക്ക്. അപ്പോൾ ഇതൊന്ന് വാടി കിട്ടിയതിന് ശേഷം ഞാനതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. നമ്മളിതിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ഞാൻ അധികം വെളിച്ചെണ്ണ ഒന്നും വാങ്ങാറില്ല. ബുദ്ധിപൂർവ്വം ഞാൻ മാറ്റി. വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയായപ്പോൾ ഒരു 400 എത്തിയപ്പോൾ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കൽ നിർത്തി. തവിടെണ്ണ ആകുമ്പോൾ രുചിയിൽ വ്യത്യാസവും വരുന്നില്ല. നമുക്ക് വേറൊരു എണ്ണ ഇത്രയും നാൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് വേറൊരു എണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ കറികളിലൊക്കെ വ്യത്യാസം വരില്ല. പക്ഷേ ഇതങ്ങനെ ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിൽ ഇനി നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. വലിയ ജീരകമില്ലേ, അതിൻ്റെ പൊടിയാണ്. അപ്പോൾ ഞാൻ ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ തന്നെ പെരുംജീരകപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുക്കുന്ന സമയത്താണ് പെരുംജീരകത്തിൻ്റെ പൊടി തീർന്നിരിക്കണം, ആരും അറിയണം. അങ്ങനെ പിന്നെ മൂന്നാമത് ലാസ്റ്റായിപ്പോയി പെരുംജീരകം ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെരുംജീരകമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആദ്യം ഈ തേങ്ങയുടെ ഒപ്പം തന്നെ അതിനെ വറുത്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി അതിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഉരുളി നല്ല ചൂടായ കാരണം ഞാൻ ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഉപ്പിടണം എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഉപ്പിൻ്റെ ഒപ്പം കുറച്ച് വെള്ളവും കൂടി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ആ ഉരുളി അത്രയും ചൂടാണ്. അപ്പോൾ അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കരുതലെന്ന നിലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കണമെന്നില്ല, നമ്മൾ തീ കുറച്ച് വെച്ചാലും മതി. അങ്ങനെ അതും വെള്ളം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനത് അവിടെ നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കിളിയിലിട്ട് വെച്ച് നേരത്തെ പോയ ചിക്കൻ ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് അരച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ അരപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ചിക്കനൊക്കെ എല്ലിന്നൊക്കെ വിട്ടു പോകും. ആ ഒരു അവസ്ഥയിലിട്ട് ഭയങ്കര കുത്തി ഇളക്കരുത്. ഒന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ചെറുതീയിലൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ചെറുതീയിൽ ചിക്കൻ വേവുന്ന വരെ വേവിക്കാൻ വെക്കാം.
2 ദിവസം മുമ്പേ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ പഴയ ഒരു ബീഫ് റോസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് വിളിച്ച് ചോദിക്കുകയാണ്, എടി നീ എന്താണ് കറക്റ്റായിട്ട് ഇത്ര മഞ്ഞൾപ്പൊടി, ഇത്ര മുളക് പൊടി, ഇത്ര ടീസ്പൂൺ എന്നൊന്നും ഇടാത്തത്? അങ്ങനെ ഇട്ടാലല്ലേ എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്യുന്നത് കൈയളവാണ്. എനിക്കെന്ന് പറയുന്നത് നമ്മളത് ഇടുമ്പോൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ആവുകയും ചെയ്യാറുണ്ട്. ഞാനപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇത്ര ടീസ്പൂൺ മുളക് പൊടി എന്ന് പറയുമ്പോൾ ആ ഒരു കറക്റ്റ് ഇടുമ്പോൾ ചിലർക്ക് അത് എരിവ് കൂടുതലായിരിക്കും. അതുപോലെ മസാലപ്പൊടി, ഈ മസാലയുടെ കുത്ത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല. മസാല കുറവ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതങ്ങനെ ഇടാത്തത്. ഇന്നെന്തായാലും 2 കിലോ ചിക്കൻ ഉപയോഗിക്കുമ്പോൾ അതിന് എത്ര ടീസ്പൂൺ എല്ലാം വേണം എന്നുള്ളതിൻ്റെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കറിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതേ ചിക്കൻ കറി എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ആയി. വിറകടുപ്പിലായാലും ചിക്കൻ അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ബൈ.